ഹായ് ഗായ്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഔഷധമായ കൂവപ്പൊടിയുമായിട്ടാണ്. ഈ കൂവപ്പൊടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ആദ്യം നമ്മുടെ പാടത്തു നിന്നും ഇങ്ങനത്തെ കൂവകൾ കിളച്ച് കൊണ്ടുവരിക. എന്നിട്ട് നല്ലോണം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കുറച്ച് നേരം. എന്നിട്ട് ഇതുപോലെ നല്ലോണം കഴുകിയെടുക്കുക. 3-4 പ്രാവശ്യം നല്ലോണം വെള്ളം തെളിഞ്ഞ് വരുന്നവരെ കഴുകിയെടുക്കുക. ഇത് കട്ട് ചെയ്താൽ ഇതേപോലത്തെ നീല നിറമാണ് ഉണ്ടാവുക. ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് ഞാൻ മോനെയും കൂടി കൂട്ടിയിട്ടുണ്ട്. ഇത് കുറേ സമയം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത നീല നിറമാണ് ഉണ്ടാകുന്നത്. ഇത് ആദ്യമൊക്കെ അമ്മ വലിയ ഉരളിലൊക്കെ ഇട്ടിട്ട് ഇടിച്ചിട്ട് ഊറ്റിയിട്ടാണ് കൂവ ഉണ്ടാക്കാറ്. എനിക്ക് അങ്ങനത്തെ ഉരലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ഉരലിൽ വെച്ചിട്ട് ഇടിച്ചിട്ട് ആക്കാൻ നോക്കിയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ അത് കുറേ സമയം എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ നോക്കി. നമ്മുടെ കർമൂസൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന അതിനെ കൊണ്ട് ഉരക്കാൻ നോക്കി. അങ്ങനെ ഉരച്ച് ഞാൻ ഇങ്ങനെ കുറേ എല്ലാം ഇതേപോലെ പണി കഴിഞ്ഞ് പിന്നീട് ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇങ്ങനെ അരച്ചിട്ട് നല്ല ജ്യൂസാക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഒരു തോർത്ത് വെച്ചിട്ട് അതിലേക്ക് അരിച്ചൂറ്റുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ്. അങ്ങനെ കുറേശ്ശെയായിട്ട് അങ്ങനെ ഒഴിച്ചൊഴിച്ച് ഊറ്റിയെടുക്കുകയാണ്. എൻ്റെ കൂടെ മോനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് കുറേ സമയം എടുക്കും. ഒരാളെ ഹെൽപ്പ് വേണ്ട ഒരു കാര്യമാണിത്. ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള വെള്ളമാണ് കിട്ടുന്നത്. ഞാനിങ്ങനെ 2-3 ദിവസം ഇതിന് ഊറാൻ വെച്ചിട്ട് ഊറ്റിയെടുത്തിട്ട് വെള്ളം ഒഴിച്ച് കളയണം. ഞാനിങ്ങനെ 1, 2, 3 ദിവസമായിട്ടാണ് ഇത് ഊറ്റിയെടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആ പിഴിഞ്ഞ വെള്ളം ഊറാൻ വെച്ചിട്ട് പിറ്റേന്ന് എടുത്തിട്ട് ഒഴിച്ചിട്ട് വയ്ക്കുകയാണ് വേണ്ടത്. അടിയിൽ ഇതാണ് നൂറ് കിട്ടിയത്. 2-3 ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുക. മേലത്തെ വെള്ളം ഊറ്റിക്കളയുക. അത് അടിയിലത്തെ ഒന്നും ആവില്ല, അത് അവിടെ തന്നെ പറ്റി പിടിച്ച് നിൽക്കും. അടിയിലത്തെ നൂറാണ് നമുക്ക് വേണ്ടത്. 3-ാം ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല തെളിഞ്ഞ വെള്ളം കിട്ടിയിരിക്കുന്നു. ഇത്രയും മതി അതിൻ്റെ കപ്പും ചവർപ്പും ഒക്കെ മാറാൻ. അതിൽ തുള്ളി വെള്ളം പോലും നിൽക്കില്ല, നന്നില്ലാത്ത വെള്ളം ഒന്നും നിൽക്കില്ല. ഇതാണ് ലാസ്റ്റ് കിട്ടിയത്. ഒന്നുകൂടെ ക്ലിയർ ആയിക്കോട്ടെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കളയുന്നുണ്ട്. ഈ ഇല്ലാണ് കിട്ടിയത്. ഇത് കാണുമ്പോൾ നമുക്ക് വെള്ളം പോലെ തോന്നുമെങ്കിലും നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ അത് നമ്മുടെ കൈമേൽ ഒട്ടിപ്പിടിക്കുന്നേ ഇല്ല. റബ്ബർ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും നമുക്ക്. തുള്ളി വെള്ളം പോലും നിൽക്കില്ല. ആ സാധനം അവിടെ തന്നെ അള്ളി പിടിച്ചിരിക്കുമെന്നറിയില്ല, അതുപോലെ നിൽക്കും. കൈ കൊണ്ട് എടുക്കുമ്പോൾ ഭയങ്കര ഉറപ്പാണ്. നമ്മുടെ ഫെവിക്കോളെല്ലാം പോലെയാണുള്ളത്. ആദ്യം സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ നോക്കി, അതിനെക്കൊണ്ട് വളരെ ബുദ്ധിമുട്ട്. നോക്കുമ്പോൾ കൈ വെച്ച് തന്നെ ചെയ്യാമെന്ന് വെച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നല്ല അടച്ചുറപ്പിലെ പാത്രത്തിലിട്ട് വെച്ചാൽ എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എത്ര കൊല്ലങ്ങൾ വേണമെങ്കിലും എടുക്കാം. ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വളരെ ഹെൽത്തിയാണ്. ഇത് കൈ വെച്ചിട്ട് നമുക്ക് വരുന്നില്ല കണ്ടോ. അത് ഭയങ്കര ഉറപ്പ്, ഹാർഡ്. നമ്മൾ വീഡിയോ കാണുന്നതിൻ്റെ ഇത് കൈ കൊണ്ടിങ്ങ് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല, അത്രക്കും കട്ടി പിടിച്ച് നിൽക്കുകയാണിത് പാത്രത്തിലേക്കായി. സ്പൂൺ വെച്ചിട്ടൊന്നും പോരുന്നേ ഇല്ല കണ്ട. സ്പൂൺ വെച്ചിട്ട് കിട്ടുന്നില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. കട്ടി പിടിച്ച് പോകുന്നുണ്ട്. ഇത് ഉണങ്ങിയാലേ അത്ര, പക്ഷേ കട്ടി പിടിച്ചാലും ഇത് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് തൊട്ടാൽ അത് പൊടിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് ഉണങ്ങി കിട്ടിയ ഞാനിപ്പോൾ അത് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പൊടിച്ച് കൊടുത്താൽ മതി. 2-3 ദിവസം ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കിയാൽ
ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടിയത്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റാം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.